സിറോ മലബാർ സഭയുടെ സിനഡിന് തുടക്കമാവുകയുമാണല്ലേ? ഗുഡ് മോർണിംഗ് അനു. എന്തു തന്നെയായാലും ഇന്ന് കൊച്ചിയിലെ ഏറ്റവും പ്രധാനമായി പറയാവുന്നത് ഹൈക്കോടതി വാർത്തകളാണ്. അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയുടെ പുതിയ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്നത് കൂടി ഉൾപ്പെട്ട സിനഡ് യോഗവും ഇന്ന് ആരംഭിക്കുകയാണ്. ഈ സിനഡ് യോഗം 13-ാം തീയതി വരെയാണ് നടക്കുന്നത്. ഇന്ന് അതിൻ്റെ പ്രാർത്ഥനകളും മറ്റുമാണ് നടക്കുന്നത്. ബിഷപ്പുമാരുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനയും മറ്റുമാണ് നടക്കുന്നത്. നാളെയാണ് പുതിയ സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പുതിയ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്നത് നാളെയാണ്. നാളെ ഏതാണ്ട് ഇതിൽ പങ്കെടുക്കുന്ന സീറോ മലബാർ സഭയിലെ 53 ബിഷപ്പുമാരാണ് വോട്ട് ചെയ്യുക. അത് രഹസ്യ ബാലറ്റായി വോട്ട് ചെയ്ത് അതിൽ 2/3 ഭൂരിപക്ഷം ലഭിക്കുന്ന ആളാവും തിരഞ്ഞെടുക്കപ്പെടുക. അതിൻ്റെ ഏറ്റവും പ്രധാനം ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വലിയ തർക്കങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നേരത്തെ ആർച്ച് ബിഷപ്പായിരുന്ന ആൾ രാജിവെക്കുന്ന ഇല്ലെങ്കിൽ സ്ഥാനത്യാഗം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം പുതിയ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് മുമ്പിലുള്ളത് ഇതിൻ്റെ കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തന്നെയാണ് പ്രധാനമായും മുന്നിലുള്ളത്. വലിയ രീതിയിലുള്ള തർക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായി ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പുതിയ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്നത് എന്നതും ഏറെ പ്രാധാന്യത്തോടെ തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിൻ്റെ ഇന്നത്തെ തുടക്കം, സിനഡിൻ്റെ തുടക്കം ഇന്ന് ആവുകയാണ്. നാളെയാവും തിരഞ്ഞെടുപ്പ് നടക്കുക.